ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 14ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ വാട്ടർ അല്ലെങ്കിൽ ജലം കേട്ടോ. സെക്കൻഡ് ടൈമിൻ്റെ എക്സാമിന് ഇതുവരെയാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് ഞാൻ ഇട്ടതായിരുന്നു, ബാക്കി നോട്ടും കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ പാർട്ട് കിട്ടാത്തവർക്ക് ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിക്കാം കുഞ്ഞുങ്ങളെ. വെള്ളത്തെക്കുറിച്ചാണ് കേട്ടോ. ജലം, വാട്ടർ അല്ലേ. വാട്ടർ ഈസ് എ പ്രീഷ്യസ് ഗിഫ്റ്റ് ഓഫ് നേച്ചർ. അമൂല്യമായ പ്രകൃതി വിഭവമാണ് ജലം. ദ പ്രസൻസ് ഓഫ് വാട്ടർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഒറിജിൻ ആൻഡ് സർവൈവൽ ഓഫ് ലൈഫ് ഓൺ എർത്ത്. ഭൂമിയിലെ ജീവന്റെ ഉത്ഭവത്തിനും നിലനിൽപ്പിനും കാരണമായത് ജലത്തിൻ്റെ സാന്നിധ്യമാണ്. നമ്മുടെ ടെസ്റ്റിലെ വെള്ളത്തെക്കുറിച്ച് അല്ലെ, ജലത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ കേട്ടോ, ജലത്തെക്കുറിച്ച് എഴുതാൻ അതിൻ്റെ എന്തിനാ ജലവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ വെള്ളം എന്ന് പറയുന്നല്ലേ, ജലം എന്ന് പറയുന്നത് എന്താണ്? അമൂല്യമായ ഒരു പ്രകൃതി വിഭവമാണ്, പ്രീഷ്യസ് ഗിഫ്റ്റ് ആണ് അല്ലേ. ദ പ്രസൻസ് ഓഫ് വാട്ടർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഒറിജിൻ ആൻഡ് സർവൈവൽ ഓഫ് ലൈഫ് ഓൺ എർത്ത്. നമ്മുടെ ഭൂമിയിലെ ജീവന്റെ ഉത്ഭവത്തിനും നിലനിൽപ്പിനും കാരണമായത് ജലത്തിന്. ജലമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ കുഞ്ഞുങ്ങളെ? ഇല്ല. ജലത്തിൻ്റെ സാന്നിധ്യമാണ്. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ വൈറ്റൽ ഫങ്ഷൻസ് സച്ച് ആസ് റെസ്പിറേഷൻസ്, ഡൈജഷൻസ് ആൻഡ് എക്സ്ക്രീഷൻസ് എക്സെട്ര. നമുക്ക് ശ്വസനം അല്ലേ, ദഹനം, വിസർജ്യ വസ്തുക്കൾ, അത് പുറന്തള്ളൽ തുടങ്ങിയ ജീവപ്രവർത്തനങ്ങൾക്കെല്ലാം എന്താവശ്യമാണ്? ജലം ആവശ്യമാണ്. വാട്ടർ ഈസ് ആൾസോ നീഡഡ് ടു കീപ്പ് ദ ഐസ് മോയിസ്റ്റ് ആൻഡ് ടു റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ കണ്ണിൻ്റെ നനവ്, നമ്മൾ കണ്ണടയ്ക്കുകയും തുറക്കുകയും ഒക്കെ ചെയ്യുന്നില്ലേ, അതിന് വരെ എന്ത് വേണം? അത് വെള്ളം ഉണ്ടെങ്കിലല്ലേ അല്ലേ, ജലം ഉണ്ടെങ്കിലേ കണ്ണിൻ്റെ കണ്ണ് അങ്ങോട്ട് നമ്മൾ ഈ അടയ്ക്കുകയും തുറക്കുകയും ചെയ്തില്ലേ, അത് വെള്ളം ഉണ്ടെങ്കിലേ പറ്റൂ. ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയോ നിങ്ങളെ, അത് ഒട്ടിയല്ലേ, ഒട്ടിപ്പോത്തില്ലേ. കണ്ണിൻ്റെ നനവും ശരീരത്തിൻ്റെ താപവും നിയന്ത്രിച്ച് നിർത്തുന്നതിന് ജലം ആവശ്യമാണ്. അതിന് പോലും അല്ലേ, കണ്ണിൻ്റെ നനവും, അതായത് നമ്മുടെ ശരീരത്തിൽ അല്ലേ നല്ലതുപോലെ ജലത്തിൻ്റെ ആവശ്യമുണ്ട്. എല്ലാ പ്രവർത്തനങ്ങൾക്കും അല്ലേ, മിക്കവാറും ഉള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്ക് ജലം ആവശ്യമാണ്. കണ്ണിൻ്റെ നനവും ശരീരത്തിൻ്റെ താപവും നിയന്ത്രിച്ച് നിർത്തുന്നതും ജലമാണ്. പിന്നെ പ്ലാന്റ്സ് നീഡ് വാട്ടർ ഫോർ ഗ്രോത്ത് ആൻഡ് ഫോട്ടോസിന്തസിസ് അല്ലേ. പ്ലാന്റ്സ്, ചെടികൾക്ക് ഗ്രോത്ത്, വളരാനും അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷത്തിനും ഒക്കെ എന്ത് വേണം? ജലം വേണം. വാട്ടർ ബോഡീസ് സച്ച് ആസ് വെൽസ്, സ്ട്രീംസ് ആൻഡ് റിവേഴ്സ് ആർ ദ വെൽത്ത് ഓഫ് അവർ കൺട്രി. കിണറുകൾ, അരുവികൾ, പുഴകൾ തുടങ്ങിയവ ജലാശയങ്ങൾ നമ്മുടെ നാടിൻ്റെ തന്നെ സമ്പത്താണ് കേട്ടോ. അപ്പം വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുമ്പോൾ ഇതിനകത്ത് തന്നെ പോയിന്റുകളുണ്ട് അല്ലേ. നമുക്ക് എന്താ? വെള്ളം അമൂല്യമാണ്. നമ്മുടെ ഭൂമിയിലെ ജീവന്റെ ഉത്ഭവത്തിനും നിലനിൽപ്പിനും കാരണം ജലമാണ്. നമുക്ക് ശ്വസിക്കാനും ദഹിക്കാനും വിസർജ്യ വസ്തുക്കൾക്കും അതുപോലെ തന്നെ പുറന്തള്ളൽ അല്ലേ തുടങ്ങിയ എല്ലാ ഇതിലും, അതായത് നമ്മുടെ മൂക്കിൽ നിന്നും അല്ലേ, പനി എന്ന് നമ്മൾ പറയത്തില്ലേ അല്ലേ, അതുപോലെ തന്നെ വായിൽ നിന്നും, ഇതെല്ലാം എന്താ? വെള്ളം, ജലമാണ്. ജീവൽ പ്രവർത്തനങ്ങൾക്ക് ജലം അനിവാര്യമാണ്. വാട്ടർ ഈസ് ആൾസോ നീഡഡ് ടു കീപ്പ് ദ ഐസ് മോയിസ്റ്റ്. നമ്മുടെ കണ്ണ് നനയുന്നതിനും ശരീരത്തിൻ്റെ താപം നിയന്ത്രിച്ച് നിർത്തുന്നതും ഒക്കെ ജലമാണ്. അതുപോലെ തന്നെ പ്ലാന്റ്സിനും ഇതല്ലേ, ചെടികൾക്ക് വളരാനും പ്രകാശ സംശ്ലേഷണത്തിനും ജലം വേണം. നമ്മുടെ കിണറുകൾ, അരുവികൾ, പുഴകൾ തുടങ്ങിയ ജലാശയങ്ങൾ നമ്മുടെ നാടിൻ്റെ തന്നെ സമ്പത്താണ് കേട്ടോ. ജലവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. 20ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ യൂസസ് ഓഫ് വാട്ടർ? ജലത്തിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്? എന്താ കുഞ്ഞുങ്ങളെ? നമ്മുടെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ മുതലാണ്. ജലത്തിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്? നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്നു, കുളിക്കാൻ ഉപയോഗിക്കുന്നു, പാചകത്തിന് അല്ലെ, വൃത്തിയാക്കാൻ, കഴുകാൻ, കൃഷിക്ക് അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 5 എണ്ണത്തിൻ്റെ പേര് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ജനറേറ്റിംഗ്, ഇലക്ട്രിസിറ്റി ഒക്കെയാണോ? ഈ 5 എണ്ണം വൃത്തിയായിട്ട് കേട്ടോ, ഏതെങ്കിലും ഒരു 5 എണ്ണം. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജലം അല്ലെ, ജലത്തിൻ്റെ ചില സവിശേഷതകൾ ചോദിച്ചു കഴിഞ്ഞാൽ സൊല്യൂബിലിറ്റി അല്ലേ. സൊല്യൂബിലിറ്റി എന്ന് വെച്ചാൽ ലേയത്വം. എന്താണ് സൊല്യൂബിലിറ്റി? ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് എ സൊല്യൂട്ട് ദാൻ ക്യാൻ ഡിസോൾവ് ഇൻ എ സോൾവെൻറ്റ് അറ്റ് എ സ്പെസിഫിക് ടെമ്പറേച്ചർ ടു ഫോം എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ്. അതായത് പ്രത്യേക താപനിലയിൽ ഒരു ലായകത്തിൽ ലയിച്ച് ഒരു പൂരിത ലായനി രൂപപ്പെടുത്താൻ കഴിയുന്ന ഒരു ലായകത്തിൻ്റെ പരമാവധി അളവിനെ നമ്മൾ ലേയത്വം അല്ലെങ്കിൽ ക്ഷമത എന്നും പറയുന്നുണ്ട് കേട്ടോ. ക്ഷമത എന്ന് വേണമെങ്കിലും ചോദിച്ചാൽ അത് പറയണം. 3 4ാമത്തെ ചോദ്യം ഒരു ആക്ടിവിറ്റി, നമ്മുടെ ടെസ്റ്റിലെ ആക്ടിവിറ്റിയാണ്. വ്യത്യസ്ത ബീക്കറുകളിൽ എടുത്തിട്ടുള്ള ജലത്തിലേക്ക് കറിയുപ്പ്, പഞ്ചസാര, തേൻ, വിനാഗിരി, സോപ്പ് പൊടി, ചെറുനാരങ്ങ നീര്, കാസ്റ്റിക് സോഡ എന്നിവ കുറച്ച് വീതം എടുത്ത് ചേർക്കുക. ഇത് നമ്മൾ പറഞ്ഞതാ, എന്നാലും നിങ്ങളുടെ ടെസ്റ്റിൽ ഇതിങ്ങനെ കിടപ്പുണ്ട്, ആക്ടിവിറ്റി ആയിട്ടുള്ളതാണ് കേട്ടോ. ഈ ബീക്കറുകളിലെ ദ്രാവകങ്ങൾക്ക് നീല, ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് ഒന്ന് പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ബീക്കറിലും ഓരോന്നിടുക. ഫസ്റ്റ് നോക്കൂ നിങ്ങളെ, ശുദ്ധജലം, ജലത്തിൽ ചേർക്കുന്ന പദാർത്ഥം
കേട്ടോ. പിന്നെ ബ്ലൂ റെഡ് ലിറ്റ്മസ് പേപ്പർ എക്സ്പെരിമെൻറ്റ് ഒബ്സർവേഷൻ, നീല ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിൻ്റെ പരീക്ഷണം. പിന്നെയോ അതിൻ്റെ ഇൻഫറൻസ് അല്ലെ, നിഗമനം എന്താണെന്ന് എഴുതാനാ. നോക്കിയേ, പ്യുവർ വാട്ടർ ശുദ്ധജലമാണെങ്കിൽ എന്താ, നോ ചേഞ്ച് ഇൻ ദ കളർ ഓഫ് ദ ലിറ്റ്മസ് പേപ്പർ. ലിറ്റ്മസ് പേപ്പറിന് ഒരു നിറവ്യത്യാസവും ഉണ്ടാകുന്നില്ല. കാരണം എന്താ, അത് ശുദ്ധജലമാണ്. ശുദ്ധജലത്തിന് ഇപ്പോൾ ഇയാൾ ബ്ലൂ ലിറ്റ്മസ് ഇട്ട് കൊടുത്താലും റെഡ് ലിറ്റ്മസ് ഇട്ട് കൊടുത്താലും ഏത് പേപ്പർ ഇട്ട് കൊടുത്താലും അതിനൊരു മാറ്റം ഉണ്ടാകുന്നില്ല കേട്ടോ. വാട്ടർ ഹാസ് നോ അസിഡിക് ഓർ ബേസിക് പ്രോപ്പർട്ടി. ജലത്തിന് ക്ഷാരം അല്ലെങ്കിൽ അമ്ല ഗുണം ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? അടുത്തത് കോമൺ സാൾട്ട്. കോമൺ സാൾട്ട് കറിയുപ്പിട്ടാലോ? കറിയുപ്പിട്ടാൽ ഈ അവസ്ഥ തന്നെ, നോ ചേഞ്ച്, ഒരു മാറ്റവും ഇല്ല. നോ ചേഞ്ച് ഇൻ ദ കളർ ഓഫ് ദ ലിറ്റ്മസ് പേപ്പർ കേട്ടോ. ലിറ്റ്മസ് പേപ്പറിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല, അത് ന്യൂട്രലാണ്. പിന്നെ ഷുഗർ ആണെങ്കിലോ കുഞ്ഞുങ്ങളെ, പഞ്ചസാരയാണെങ്കിലോ, പഞ്ചസാര അതിനും എന്താണ്, നോ ചേഞ്ച് കേട്ടോ. പഞ്ചസാരയ്ക്ക് എന്താണ്, ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല, അത് ന്യൂട്രലാണ്. എന്നാൽ ഇനി നോക്കിക്കേ, ഹണി, തേനുണ്ടല്ലോ, തേനിനകത്ത് നമ്മൾ ബ്ലൂ ലിറ്റ്മസോ ഏതെങ്കിലും ഇട്ട് കൊടുത്താൽ ഈ ബ്ലൂ ലിറ്റ്മസ് ടേൺ റെഡ്, നീല ലിറ്റ്മസ് എന്തായിട്ട് മാറും, അതങ്ങ് ചുവപ്പായിട്ട് മാറും. എന്താ, അസിഡിക്കാണ് അതല്ലേ, നീല ലിറ്റ്മസ് ചുവപ്പായിട്ട് മാറുന്നു. അതുപോലെ തന്നെ വിനാഗിരി ആണെങ്കിലോ, വിനാഗിരി അതും ബ്ലൂ ലിറ്റ്മസ് ടേൺ റെഡ്, നീല ലിറ്റ്മസ് പേപ്പർ ചുവപ്പായിട്ട് മാറുന്നു. ഇനി സോപ്പ് പൗഡർ ഉണ്ടല്ലോ നിങ്ങളെ, സോപ്പ് പൗഡർ ഇട്ട് കൊടുത്താലോ അത് റെഡ് ലിറ്റ്മസ് എന്തായിട്ട് മാറുന്നു, ടേൺ ബ്ലൂ ആയിട്ട് മാറുന്നു. ചുവന്ന ലിറ്റ്മസ് പേപ്പർ പെട്ടെന്ന് നീലയായിട്ട് മാറുന്നു. ബേസിക്കാണ് അത്. അതിൻ്റെ ഇൻഫറൻസ് എന്ന് വെച്ചാൽ, നിഗമനം എന്ന് വെച്ചാൽ ബേസിക്കാണ്. ഇനി ലൈം ജ്യൂസ്, നാരങ്ങാ നീരാണെങ്കിൽ നീല ലിറ്റ്മസ് ചുവപ്പായിട്ട് മാറുന്നു, അത് അസിഡിക്കാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിലോ റെഡ് ലിറ്റ്മസ് ടേൺ ബ്ലൂ ആയിട്ട് മാറും, അത് ബേസിക്കാണ്. അപ്പോൾ ബേസിക്ക് വന്ന് എന്താണ്, റെഡ് ലിറ്റ്മസ് ബ്ലൂ ആയിട്ട് മാറുന്നതാണ് ബേസിക്ക്. ബ്ലൂ ലിറ്റ്മസ് റെഡ് ആയിട്ട് മാറുന്നത് അസിഡിക്കുമാണെന്ന് നിങ്ങളൊന്ന് നല്ലതുപോലെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ആസിഡ് ഏതാണെന്ന് ബേസ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് വെച്ചേക്കണേ നിങ്ങൾ കേട്ടോ. എന്നിട്ട് ഇതൊക്കെ ഓരോ മാറ്റങ്ങളും വന്ന് എന്തോത്തിനാക്കിയാണെന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ഇനി എക്സ്പെരിമെൻ്റ് പരീക്ഷണങ്ങളാണ്. ഇനി നോക്കിക്കേ, ടേക്ക് സം വാട്ടർ ഇൻ എ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ഡിസോൾവ് മഗ്നീഷ്യം ബൈ കാർബണേറ്റ് ഓർ കാൽസ്യം ബൈ കാർബണേറ്റ് ഇൻ ഇറ്റ്. നൗ ട്രൈ ടു മേക്ക് ലാദർ യൂസിങ് സോപ്പ് ഇൻ ദീസ് സൊല്യൂഷൻസ്. അതായത് ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് ജലമെടുത്ത് അതിലേക്ക് മഗ്നീഷ്യം ബൈ കാർബണേറ്റ് അല്ലെങ്കിൽ കാൽസ്യം ബൈ കാർബണേറ്റ് ലയിപ്പിക്കുക. ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, ടെസ്റ്റ് ട്യൂബിൻ്റെ ഒക്കെ പടം നമ്മുടെ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ജലം എടുത്തിട്ട് അതിലേക്ക് മഗ്നീഷ്യം ബൈ കാർബണേറ്റ് അല്ലെങ്കിൽ കാൽസ്യം ബൈ കാർബണേറ്റ് നമ്മൾ ലയിപ്പിക്കുക. ഈ ലായനിയിൽ ഒരല്പം സോപ്പ് പതപ്പിച്ച് നോക്കൂ എന്നാ പറയുന്നത്. ഈ ലായനിയിലോട്ട് സോപ്പ് ഒന്ന് പതപ്പിച്ച് നോക്കൂ എന്നാ. ഇറ്റ് ഡസ് നോട്ട് ലാദർ വെൽ ഡസിൻ്റ് അല്ലേ, പതയുന്നില്ല. എന്താണ് കാരണം? ഇത് കഠിന ജലമാകുന്നു. സോപ്പ് നന്നായി പതയാത്ത ജലത്തെ നമ്മൾ എന്താണ് പറയുന്നത്? കഠിനജലം എന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ് കഠിനജലം എന്നൊക്കെ ഇപ്പം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സോപ്പ് പതയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ജലത്തെ നമ്മൾ എന്താ പറയുന്നത്? കഠിനജലം എന്നാണ് പറയുന്നത്. അത് കോസസ് ഓഫ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. ഹാർഡ്നെസ് ഓഫ് വാട്ടർ, ജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണം എന്താണ്? 2 മാർക്കിന് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യം കേട്ടോ. ജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണം എന്താണ്? ആസ് വാട്ടർ ഫ്ലോസ് ത്രൂ ദ സോയിൽ മെനി സാൾട്ട് ഫ്രം ദ സോയിൽ ഡിസോൾവ് ഇൻ ഇറ്റ്. These dissolved salt make the water hard. The hardness of water is caused by some salt of metals like magnesium and calcium. മണ്ണിലൂടെ ഒഴുകി വരുന്ന ജലത്തിൽ മണ്ണിലെ ധാരാളം ലവണങ്ങൾ ലയിച്ച് നമ്മൾ ഒഴുകി വരുന്ന മണ്ണില്ലേ കുഞ്ഞുങ്ങളെ, ശക്തമായ മഴ പെയ്യുമ്പോൾ ഒഴുകി വരുന്ന മണ്ണില്ലേ, ഇങ്ങനെ ഈ ഒഴുകി വരുന്ന ജലത്തിൽ, അന്നേരം ഒഴുകി വരുന്ന ജലം ഉണ്ടല്ലോ, അതിൽ മണ്ണിലെ ധാരാളം ലവണങ്ങൾ ലയിച്ച് ചേരുന്നുണ്ട്. ഇത്തരത്തിൽ ലയിച്ച് ചേർന്ന ലവണങ്ങളാണ് ജലത്തെ കഠിന ജലമാക്കി മാറ്റുന്നത്. അങ്ങനെ ഒഴുകി വരുന്ന അന്നേരം ലയിച്ചു ചേരുന്ന ലവണങ്ങളാണ് ജലത്തെ കഠിനജലമായിട്ട് മാറ്റുന്നത്. മഗ്നീഷ്യം, കാൽസ്യം മുതലായവ ലോഹങ്ങളുടെ ചില ലവണങ്ങൾ ലയിച്ചു ചേരുന്നതാണ് ജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണം. മഗ്നീഷ്യം, പേരോർത്തോണേ, ഇത് വൺ വേർഡിന് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. മഗ്നീഷ്യം, കാൽസ്യം കേട്ടോ മുതലായ ലോഹങ്ങളുടെ ചില ലവണങ്ങൾ ലയിച്ചു ചേരുന്നതാണ് ജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണം കേട്ടോ. ജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താ കറക്റ്റ് പോയിന്റ്? ദ ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് കോസ്ഡ് ബൈ സം സാൾട്ട് ഓഫ് മെറ്റൽസ് ലൈക്ക് മഗ്നീഷ്യം ആൻഡ് കാൽസ്യം കേട്ടോ.
ആ ഒരൊറ്റ വരി ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരിയാണ് ജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണം എന്താണ്. ഓക്കെ ആണോ നിങ്ങൾ 9 അടുത്ത 10 കംപ്ലീറ്റ് ദ ടേബിൾ. ഇത് നമ്മുടെ ടെസ്റ്റിലെയാണ്. സബ്സ്റ്റൻസ് ആഡഡ് ടു വാട്ടർ, ജലത്തിൽ ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? സോപ്പ് ലാതേഴ്സ് വെല്ല് ഡസ് നോട്ട് ലാതർ വെല്ല്. സോപ്പ് നന്നായി പതയുന്നോ പതയുന്നില്ലയോ അതിൻ്റെ കൺക്ലൂഷൻ നിഗമനവും എഴുതാനാണ്. നമ്മൾ പ്യൂർ വാട്ടർ ആണെങ്കിൽ, ശുദ്ധജലമാണെങ്കിൽ എന്താണ് അതിനകത്ത് സോപ്പ് നന്നായി പതയും. നമ്മൾ കുളിക്കുമ്പോൾ അല്ലേ, നമ്മൾ ശുദ്ധമായ വെള്ളം എടുത്താണ് നമ്മൾ കുളിക്കുമ്പോൾ സോപ്പ് നന്നായിട്ട് പതയുന്നുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ്? അത് സോഫ്റ്റ് വാട്ടറാണ്. എന്നാൽ മഗ്നീഷ്യം ബൈകാർബണേറ്റോ അല്ലെ കാൽസ്യം ബൈകാർബണേറ്റോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശുദ്ധമായ ജലം എന്ന് പറയുന്നത് നിങ്ങൾ ഓർത്തോണം, അത് സോഫ്റ്റ് വാട്ടറാണ്, അത് സോപ്പ് നന്നായി പതയുന്നുണ്ട്. എന്നാൽ മഗ്നീഷ്യം ബൈകാർബണേറ്റോ കാൽസ്യം ബൈകാർബണേറ്റോ ആണെങ്കിൽ എന്താ, സോപ്പ് ഡെസിൻഡ് ലാദർ വെല്ല്, സോപ്പ് പതയത്തില്ല. കാരണം എന്താണ്? ഹാർഡ് വാട്ടറാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുക, എന്താണ് ഈ പെർമനന്റ് ഹാർഡ്നെസ് എന്ന് വെച്ചാൽ എന്താണ്? സ്ഥിര കാഠിന്യം എന്ന് വെച്ചാൽ എന്താണ്? മഗ്നീഷ്യം, കാൽസ്യം മുതലായ ലോഹങ്ങളുടെ സൾഫേറ്റ്, ക്ലോറൈഡ് തുടങ്ങിയ ലവണങ്ങൾ ജലത്തിൽ ലയിച്ചു ചേർന്നാൽ അവയുടെ കാഠിന്യം തിളപ്പിച്ചു മാറ്റാൻ കഴിയില്ല. ഇത്തരം കാഠിന്യം സ്ഥിര കാഠിന്യം എന്ന പേരിൽ അറിയപ്പെടുന്നു കേട്ടോ. ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യമാണ്. മഗ്നീഷ്യം, കാൽസ്യം മുതലായ ലോഹങ്ങളുടെ സൾഫേറ്റ്, ക്ലോറൈഡ് തുടങ്ങിയ ലവണങ്ങൾ ജലത്തിൽ ലയിച്ചു ചേർന്നാൽ അവയുടെ കാഠിന്യം തിളപ്പിച്ചു മാറ്റാൻ നമുക്ക് കഴിയില്ല. ഇങ്ങനെയുള്ള കാഠിന്യത്തെയാണ് സ്ഥിര കാഠിന്യം എന്ന് അറിയപ്പെടുന്നത്. ഈ സാൾട്ട് ലൈക്ക് എന്താണ്, സൾഫേറ്റ് ഓർ ക്ലോറൈഡ്സ് ഓഫ് മെറ്റൽ സച്ചസ് മഗ്നീഷ്യം ഓർ കാൽസ്യം ആർ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. Their hardness cannot be removed by boiling. This type of hardness is called permanent hardness. അത് നല്ലപോലെ പഠിക്കണേ. പെർമനന്റ് ഹാർഡ്നെസ് എന്ന് വെച്ചാൽ എന്താണെന്ന് നല്ലതുപോലെ പഠിക്കണം കേട്ടോ. 11 കറക്റ്റായിട്ട് പഠിക്കണം. ഇത് ഇത്രയും നമ്മൾ തന്നതാണ്. ഇനി നമ്മൾ 12ാമത്തെ ചോദ്യമാണ്. ഇത് മുതലാണ് ഇനി നമ്മൾ പാർട്ട് 2 ഇടാനുള്ളത് കേട്ടോ. നോക്കൂ നിങ്ങൾ, ഇത് മറ്റു വസ്തുക്കൾ. നമ്മുടെ ഈ പാഠം എന്ന് വെച്ചാൽ ചെറിയൊരു ചാപ്റ്ററാണ്. ഈ പാഠത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവും അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് എഴുതാൻ വേണ്ടി കുറച്ച് നോട്ടുകളേ ഉള്ളൂ. കാരണം ടെസ്റ്റ് ചോദ്യത്തിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഉത്തരവ് ഉണ്ട് കേട്ടോ. ഒന്ന് നോക്കണേ നിങ്ങൾ കേട്ടോ. മറ്റ് വസ്തുക്കളുമായുള്ള വെള്ളത്തിൻ്റെ ആകർഷണം എങ്ങനെയാണ്? മറ്റ് വസ്തുക്കളുമായിട്ടുള്ള വെള്ളത്തിൻ്റെ ആകർഷണം എങ്ങനെയാണ്? അട്രാക്ഷൻ ഓഫ് വാട്ടർ ടുവേർഡ്സ് അതർ സബ്സ്റ്റൻസ്. നോക്കൂ നിങ്ങളെ, അതിൻ്റെ വാട്ടർ ആൻഡ് ഗ്ലാസ് ട്യൂബ്, വെള്ളവും ഗ്ലാസ് ട്യൂബും. ഓക്കെ, വാട്ടർ മോളിക്യൂൾസ് അട്രാക്ട് ഈച്ച് അതർ. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് ചോദ്യം ചോദിച്ചാലും, അതായത് നമ്മുടെ വെള്ളം അട്രാക്ട് ചെയ്യുന്നതിൻ്റെ ചോദ്യമുണ്ട് കേട്ടോ. അതുമായിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത് തന്നെ എഴുതണം. എന്താ? വാട്ടർ മോളിക്യൂൾസ് അട്രാക്ട് ഈച്ച് അതർ. ജലതന്മാത്രകൾ പരസ്പരം ആകർഷിക്കുന്നുണ്ട്. ജലതന്മാത്രകളാണ് വാട്ടറിൻ്റെ മോളിക്യൂൾസുകൾ അട്രാക്ട് ഈച്ച് അതർ. ജലതന്മാത്രകൾ പരസ്പരം ആകർഷിക്കുന്നു. വാട്ടർ molecules are attracted to glass more strongly. വാട്ടർ മോളിക്യൂൾസ് ആർ അട്രാക്റ്റഡ് ടു ഗ്ലാസ് മോർ സ്ട്രോങ്ലി. നമ്മുടെ ടെസ്റ്റിൽ ഒരു പടമുണ്ട് ഗ്ലാസ്സിൽ, ഞാൻ കാണിക്കാം കേട്ടെ. കണ്ടോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിൻ്റെ ഉത്തരവാണ് ഞാൻ പറയുന്നത് കേട്ടോ. മനസ്സിലായോ? നമ്മുടെ ചോദ്യം എന്തായിരുന്നു? മറ്റു വസ്തുക്കളുമായുള്ള വെള്ളത്തിൻ്റെ ആകർഷണം എങ്ങനെയാണ്? നമ്മുടെ ആ ഇട്ട് വെച്ചേക്കുന്ന കണ്ടോ, അതിൻ്റെ ആ ഇരിക്കുന്നതൊക്കെ നിങ്ങളൊന്ന് നോക്കിയേ. വാട്ടർ മോളിക്യൂൾസ് അട്രാക്റ്റ് ഈച്ച് അതർ എന്ന് വെച്ചാൽ എന്താ? ജലതന്മാത്രകൾ പരസ്പരം ആകർഷിക്കുന്നുണ്ട്. വാട്ടർ മോളിക്യൂൾസ് ആർ അട്രാക്റ്റഡ് ടു ഗ്ലാസ് മോർ സ്ട്രോങ്ലി. ജലതന്മാത്രകൾ ഗ്ലാസ്സിലേക്ക് കൂടുതൽ ശക്തമായിട്ട് ആകർഷിക്കപ്പെടുന്നുണ്ട്. പിന്നെ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ, ഈ ഒരു പടമാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത അട്രാക്റ്റീവ്, ആ 3ാമത്തെ വരെ നോക്കിയാൽ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ വാട്ടർ ആൻഡ് ഗ്ലാസ് ഈസ് ഹയർ ദാൻ ദാറ്റ് ബിറ്റ്വീൻ വാട്ടർ മോളിക്യൂൾസ്. നമ്മുടെ ഈ ജലതന്മാത്രകൾ തമ്മിലുള്ള ആകർഷണത്തെക്കാൾ കൂടുതലാണ് ജലവും ഗ്ലാസും തമ്മിലുള്ള ആകർഷണ ബലം. ആ ഒരു പോയിന്റ് നോക്കണേ. ജലതന്മാത്രകളുണ്ടല്ലോ കുഞ്ഞുങ്ങളെ, നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ തുള്ളി തുള്ളിയായിട്ടുണ്ടല്ലോ, തുള്ളിയായിട്ട് ഓരോ തുള്ളി മീൻസ് ആ ജലതന്മാത്രകൾ തമ്മിലുള്ള ആകർഷണത്തെക്കാൾ കൂടുതലാണ് നമ്മുടെ ഈ വെള്ളവും ഗ്ലാസും തമ്മിലുള്ള ആകർഷണ ബലം കേട്ടോ. സോ വാട്ടർ ക്ലൈംബ് അപ്പ് ദ ഗ്ലാസ് ട്യൂബ്. അതുകൊണ്ടാണ് വെള്ളം ഗ്ലാസ് ട്യൂബിൻ്റെ മുകളിലേക്ക് ഉയരുന്നത്. ഗ്ലാസ് ട്യൂബിൻ്റെ ഇവിടെ ഒരു ഗ്ലാസ് ട്യൂബ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അതിനകത്തിൽ കണ്ടോ, ഇതിനകത്തിൽ ഇച്ചിരി വെള്ളം ഉണ്ട് കേട്ടോ. ആ വെള്ളം അതായത് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നും കുറച്ചുകൂടി ആ ട്യൂബിലോട്ട് ഇച്ചിരി കൂടെ കയറി നിൽപ്പുണ്ട് കേട്ടോ. അതൊക്കെ നോക്കണേ കേട്ടോ.
ആ പടം കണ്ടാലേ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം നിങ്ങൾ ഈ 4 പോയിന്റ് അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. കാണാൻ പറ്റുന്നുണ്ടല്ലോ ആ ഗ്ലാസ്സിൽ അത് ആ ട്യൂബ് ഇട്ട് കൊടുത്തപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് ആ കൊടുത്തിരിക്കുന്നതിൻ്റെ കേട്ടോ. വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. അടുത്ത ചേമ്പിലയിൽ വെള്ളം ഒഴിച്ചാൽ എന്ത് സംഭവിക്കുമെന്നൊരു ചോദ്യമുണ്ട്. ചേമ്പിലേക്ക് എന്താ കൊളോകാസിയ എന്നാട്ടോ, കൊളോകാസിയ. ചേമ്പിലയിൽ വെള്ളം ഒഴിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ദ അട്രാക്ഷൻ between water molecules is much higher than the attraction between water and the colocasia leaf അല്ലേ. സോ വാട്ടർ ഫോംസ് സ്പെരിക്കൽ ഡ്രോപ്ലെറ്റ് ആയിരിക്കും അല്ലേ. വെള്ളവും ചേമ്പിലയും ആവുഞ്ഞുങ്ങളെ നമ്മുടെ ചോദ്യം. ജലതന്മാത്രകൾ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ജലത്തിൻ്റെ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണം ചേമ്പിലയും വെള്ളവും തമ്മിലുള്ള ആകർഷണത്തെ നമ്മൾ പറഞ്ഞു. ചേമ്പിലയിലോട്ട് വെള്ളം ഒഴിച്ച് നോക്കിയോ നിങ്ങളെ, ആ ഇലയ്ക്കകത്ത് നിൽക്കത്തില്ല. അത് ബോൾ ആകൃതിയിൽ അതിനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറങ്ങത്തേ ഉള്ളൂ. എവിടെയെങ്കിലും ചരിവുണ്ടോ അത് അങ്ങ് പോകത്തേ ഉള്ളൂ, അല്ലെ താഴെ പോവും അല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ചേമ്പിലയിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഇലയിൽ അത് പിടിക്കത്തില്ല കേട്ടോ. ജലതന്മാത്രകൾ തമ്മിലുള്ള ഒരു ആകർഷണം ചേമ്പിലയും വെള്ളവും തമ്മിലുള്ള ആകർഷണത്തെക്കാൾ കൂടുതലാണ് കേട്ടോ. അതിനകത്തിൽ ഒഴിക്കുന്ന വെള്ളം തമ്മിലുള്ള ആകർഷണം ചേമ്പിലയും വെള്ളവും തമ്മിലുള്ള ആകർഷണത്തെക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് വെള്ളം ഗോളാകൃതിയിലുള്ള തുള്ളികളായിട്ട് രൂപപ്പെടുന്നു. അതിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം പെട്ടെന്ന് എന്തായിട്ട് മാറുന്നു? ആ വട്ടത്തിൽ ഗോളാകൃതിയിലായിട്ടാണ്. സ്പെരിക്കൽ ഡ്രോപ്ലെറ്റ് ആണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചേമ്പിലയിലോട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഉരുണ്ടങ്ങ് ഗോളാകൃതിയിലാവും. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യം കേട്ടോ. അപ്പോൾ ആ ചേമ്പിലയുടെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മുടെ ടെസ്റ്റിൽ പടം വരെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ചേമ്പിലയിൽ വെള്ളം വീണാൽ ഉരുണ്ടിരിക്കുന്നത്. അടുത്ത പ്രതലബലം എന്നാൽ എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ, കാരണം എക്സാമിങ് അടുത്തു. പ്രതലബലം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ എന്നാൽ എന്താണ്? ഡ്യൂ ടു ദ മ്യൂച്വൽ അട്രാക്ഷൻ ബിറ്റ്വീൻ water molecules, a force act on the water surface making its surface area small as possible. This force is called surface tension. നമ്മൾ ഈ തന്മാത്രകളുടെ പരസ്പര ആകർഷണം മൂലം ജലത്തിൻ്റെ ഉപരിതലത്തിൻ്റെ പരപ്പളവ് കുറയുന്ന വിധത്തിൽ ഒരു ബലം അനുഭവപ്പെടുന്നുണ്ട്. ഇതിനെയാണ് പ്രതലബലം എന്ന് പറയുന്നത്. തന്മാത്രകളുടെ മോളിക്യൂൾസ് കേട്ടോ, തന്മാത്രകളുടെ പരസ്പര ആകർഷണം മൂലം ജലോപരിതലത്തിൻ്റെ പരപ്പളവ് ഏരിയ കുറയുന്ന വിധത്തിൽ കേട്ടോ, കുറയുന്ന വിധത്തിൽ ഒരു ബലം അവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ സർഫേസ് ടെൻഷൻ അല്ലെങ്കിൽ പ്രതലബലം എന്ന് പറയുന്നത്. 15 നമ്മൾ അതിന് കുറേ അവിടെ ടെസ്റ്റിനകത്തിൽ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ ബ്ലേഡ്, നമ്മൾ വെള്ളത്തിൻ്റെ മണ്ടയ്ക്ക് ബ്ലേഡ് ഇടുമ്പോൾ അത് പൊങ്ങിക്കിടക്കുന്നത് കാണാം. ചില പ്രാണികൾ നമുക്ക് കാണാം, നമ്മൾ ഈ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്കൂടെ കണ്ടിട്ടുണ്ടോ, മുങ്ങിപ്പോകാതെ അതിങ്ങനെ പൊങ്ങി പിതുക്കെ നടന്നു പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അതിനൊക്കെ കാരണം എന്താണെന്നുള്ള ചോദ്യമാണ് ഇനി നമ്മൾ പറയുന്നത്. സർഫസ് ടെൻഷൻ്റെ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കിയോ നിങ്ങളെ. പ്രതലബലത്തിന് കാരണം വെച്ചാൽ ദ ലിക്വിഡ് സർഫസ് ടു ആക്ട് ലൈക്ക് എ സ്ട്രക്ചർഡ് ഇലാസ്റ്റിക് ഫിലിം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതലബലം കാരണം ദ്രാവകോപരിതലം വലിച്ചു നീട്ടിയ ഒരു ഇലാസ്റ്റിക് പാട പോലെ പ്രവർത്തിക്കാൻ കാരണമാകുന്നു. ഇതിൻ്റെ ടോപ്പിലുണ്ടല്ലോ, ഈ ടോപ്പിലെ വെള്ളം, ഈ ടോപ്പിൽ അതിൻ്റെ ദ്രാവകത്തിൻ്റെ ഉപരിതലം ഏറ്റവും ടോപ്പ് ഭാഗം വലിച്ചു നീട്ടിയ ഒരു ഇലാസ്റ്റിക് പാട പോലെ പ്രവർത്തിക്കാൻ കാരണമാകുന്നു. ഒന്നാമത്തെ പോയിന്റ് ആണ് സർഫസ് ടെൻഷൻ്റെ കോസസ് എന്താണ്. നമുക്ക് ഇതിൻ്റെ ഏത് ചോദിച്ചാലും നിങ്ങൾ ഇത് വെച്ചങ്ങ് എഴുതിയാൽ മതി. അലോസ് ഒബ്ജക്റ്റ് ഡെൻസർ ദാൻ വാട്ടർ ടു ഫ്ലോട്ട് ഇറ്റ് പ്ലേസ്ഡ് ജെന്റ്ലി. വെള്ളത്തേക്കാൾ സാന്ദ്രത കൂടിയ വസ്തുക്കളെ ശ്രദ്ധയോടെ വെച്ചാൽ അത് പൊങ്ങിക്കിടക്കാൻ അനുവദിക്കുന്നു. നമ്മളൊരു ഷീറ്റ് പേപ്പറോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബ്ലേഡോ എന്തെങ്കിലും അതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് അനക്കാതെ വെച്ചാലുണ്ടല്ലോ, പേപ്പർ ഇച്ചിരി കഴിയുമ്പോൾ എന്ത് ചെയ്യും, വെള്ളം നനവാകും അല്ലേ. എന്നാൽ ഈ പറഞ്ഞ ബ്ലേഡ് ആയ തന്നെ എന്ത് ചെയ്യുന്നു, അത് വെള്ളത്തിൻ്റെ മണ്ടയ്ക്ക് പൊങ്ങി തന്നെ ഇരിക്കും കേട്ടോ. വെള്ളത്തേക്കാൾ സാന്ദ്രത കൂടിയ വസ്തുക്കളെ ശ്രദ്ധയോടെ വെച്ചാൽ അത് പൊങ്ങിക്കിടക്കാൻ അനുവദിക്കുന്നു. ഇനബിൾസ് സർട്ടൻ ഇൻസെക്ട്സ് ടു വോക്ക് ഓൺ വാട്ടർ വിത്തൗട്ട് സിങ്കിങ്. ചില പ്രാണികൾക്ക് വെള്ളത്തിൽ താഴാതെ നടക്കാനും സാധിക്കുന്നുണ്ട് എന്നതാണ്. ഇതുപോലെ ചില പ്രാണികൾക്ക് വെള്ളത്തിൽ താഴാതെ നടക്കാനും സാധിക്കുന്നതിന് കാരണം നമ്മൾ ഈ പറഞ്ഞത് വെള്ളത്തേക്കാൾ സാന്ദ്രത കൂടിയ വസ്തുക്കളെ ശ്രദ്ധയോടെ വെച്ചാൽ അത് പൊങ്ങിക്കിടക്കാൻ കാരണം എന്താ കുഞ്ഞുങ്ങളെ, അതിൻ്റെ സർഫസ് ടെൻഷനാണ് കേട്ടോ. ഒരു മാർക്കിന് ചോദിക്കുന്നത് ഈ പറഞ്ഞ ഇത് ഇത്രയും കാരണം എന്താണ്, അതായത് ചില പ്രാണികൾ വെള്ളത്തിൽ താഴാതെ നടന്നു പോകാൻ, അതിന് വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്നു പോകാൻ കാരണം അങ്ങനെയാണ് ചോദിക്കുന്നത്. കാരണം എന്താണ്?
സർഫസ് ടെൻഷനാണ് കേട്ടോ, എന്ന് വെച്ചാൽ പ്രതല ബലമാണ്. അതുപോലെ തന്നെ എന്താണ്, പിന്നെ നമ്മൾ ആ ബ്ലേഡ് അല്ലേ, വെള്ളത്തേക്കാൾ സാന്ദ്രത കൂടിയ വസ്തുക്കളെ ശ്രദ്ധയോടെ വെച്ചാൽ അത് പൊങ്ങിക്കിടക്കുന്നു. അതിന് കാരണം എന്താണ്, അതിൻ്റെ കോസസ് എന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഒറ്റ വാക്കിയുള്ള എന്താണ്, സർഫസ് ടെൻഷനാണ് അല്ലേ. പ്രതലബലം കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. മനസ്സിലാക്കണേ, നമ്മൾ പഠിച്ചത് എന്താണ്, സർഫസ് ടെൻഷൻ എന്നാൽ എന്താണെന്ന് പഠിച്ചു. അതിൻ്റെ ഒക്കെ കാരണങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ എല്ലാം എന്താണ് കാരണം എന്നായിരിക്കും നിങ്ങളെ ചോദിക്കുന്നത്. തിരിഞ്ഞു പോകരുത്. എന്താണ് ഇതിനെല്ലാം കാരണം, സർഫസ് ടെൻഷൻ്റെ കോസസ് കേട്ടോ. പ്രതല ബലം കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. 15. അടുത്തത് 16ാമത്തെ ചോദ്യമാണ്. എന്താണ് ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ തിളനില എന്നാൽ എന്താണ്? ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ തിളനില. വെൻ വാട്ടർ സ്റ്റാർട്ട് ടു ബോയിൽ ദ വാട്ടർ മോളിക്യൂൾസ് ചേഞ്ച് ഫ്രം ലിക്വിഡ് ടു ഗ്യാസ്. വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഈ ജലതന്മാത്രകൾ ദ്രാവകാവസ്ഥയിൽ നിന്നും വാതകാവസ്ഥയിലേക്ക് മാറുന്നു അല്ലേ. നമ്മൾ കുറച്ച് വെള്ളം, ഒരു ചായക്കോ എന്തെങ്കിലും കൊണ്ടുവന്ന് ഗ്യാസെ കൊണ്ടുവന്ന് വെള്ളം കൊണ്ടുവച്ചേ അല്ലേ, അത് തിളച്ച് എന്താണ്, അത് വാതകമായിട്ട് അല്ലേ മേളിലോട്ട് ആവി പറക്കുന്ന കാണത്തില്ലേ, ആ വെള്ളം തിളച്ച് ആവിയായിട്ട് മേപ്പോട്ട്, അതായത് ലിക്വിഡ് മാറിയിട്ട് എന്തായിട്ട് മാറുന്നു, ഗ്യാസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ദ എക്സ്ട്രാ ഹീറ്റ് എനർജി സപ്ലൈസ് ഈസ് യൂസ്ഡ് ടു ഓവർകം ദ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇങ്ങനെ നമ്മൾ അധികം നൽകുന്ന താപോർജം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലങ്ങളെ മറികടക്കാൻ അത് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ദീസ് എനർജി ഗോസ് ഇൻ ടു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഈ ഊർജം അവസ്ഥാമാറ്റത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കണം കുഞ്ഞുങ്ങൾ, ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഒരു ഇച്ചിരി വെള്ളം എടുത്തിട്ട്, വെള്ളമാണ് അത് ലിക്വിഡാണ്, നമ്മൾ അതിനെ ഫ്രീസറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂറിനുള്ളിൽ എന്തായിട്ട് മാറുന്നു, അത് ഐസ് ക്യൂബായിട്ട് അല്ലേ, ഖരമായിട്ട് അത് മാറുന്നു അല്ലേ. നമ്മളെന്താ ലിക്വിഡായിട്ടുള്ളൊരു വസ്തുവിനെയാണ് നമ്മൾ വെച്ചത് അല്ലേ, എന്തായിട്ട് മാറുന്നു, അത് സോളിഡായിട്ട് മാറുന്നു. അത് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചാലോ അത് ഗ്യാസ് ആയിട്ട് മാറുന്നു അല്ലേ, അത് ദ്രാവകമായിട്ട് മാറുന്നു. അപ്പോൾ ഈ 3 സ്റ്റേജും ഉള്ളത് വെള്ളത്തിനാണ് കേട്ടോ, യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ് അല്ലേ. ദ എനർജി ഗോസ് ഇൻ ടു ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഈ ഊർജ്ജ അവസ്ഥാമാറ്റത്തിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഡ്യൂറിങ് ദീസ് ഫേസ് ചേഞ്ച് ദ ടെമ്പറേച്ചർ ഓഫ് ദ വാട്ടർ റിമൈൻസ് കോൺസ്റ്റന്റ്, ഇറ്റ് ഡസ് നോട്ട് ഇൻക്രീസ്. ഈ അവസ്ഥാമാറ്റ സമയത്ത് വെള്ളത്തിൻ്റെ താപനില സ്ഥിരമായി നിലകൊള്ളുന്നു, അത് കൂടുന്നുമില്ല, അതൊട്ടും കൂടുന്നില്ല. ഈ അവസ്ഥാമാറ്റ സമയത്ത് വെള്ളത്തിൻ്റെ താപനില സ്ഥിരമായിട്ട് നിലനിൽക്കുന്നു, അത് കൂടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ചോദ്യം നല്ലപോലെ നോക്കണേ. ബോയിലിംഗ് പോയിന്റ് ആണ്. തിളനിലയെക്കുറിച്ചുള്ള ചോദ്യം ഏത് ചോദിച്ചാൽ നിങ്ങൾ ഇത് എഴുതിയെടുക്കണം. ഇത് തോനെയായിട്ട് തോന്നിയ എന്തുവെന്നറിയാമോ, അത് മലയാളവും ഇംഗ്ലീഷും കൂടി എഴുതി വെച്ചതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് തോന്നുന്നത് കേട്ടോ. അവനവൻ്റെ എഴുതിയെടുക്കണം, അപ്പോൾ കുറച്ച് നോട്ടേ വരത്തുള്ളൂ കേട്ടോ. അടുത്ത 17ാമത്തെ ചോദ്യം, ശുദ്ധജലത്തിൻ്റെയും ഉപ്പ് ലായനിയുടെയും തിളനില. ശുദ്ധജലത്തിൻ്റെയും ഉപ്പ് ലായനിയുടെയും തിളനിലയാണ് ഇനി നമ്മൾ പറയുന്നത്. ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ വാട്ടർ ആൻഡ് സാൾട്ട് സൊല്യൂഷൻ. ആഡിങ് സബ്സ്റ്റൻസ് ലൈക്ക് സാൾട്ട് റൈസസ് വാട്ടേഴ്സ് ബോയിലിംഗ് പോയിന്റ്. നമ്മൾ ഉപ്പ് പോലുള്ള പദാർത്ഥങ്ങൾ ചേർക്കുന്നത് വെള്ളത്തിൻ്റെ തിളനില വർദ്ധിപ്പിക്കുന്നു. സാൾട്ട് ഇൻക്രീസസ് ദ എനർജി നീഡഡ് ഫോർ വാട്ടർ ടു ബോയിൽ. വെള്ളം തിളയ്ക്കുന്നതിന് ആവശ്യമായ ഊർജം ഉപ്പ് വർദ്ധിപ്പിക്കുന്നുണ്ട്. സാൾട്ട് വാട്ടർ ദെയർ ഫോർ ബോയിൽ അറ്റ് എ ഹയർ ടെമ്പറേച്ചർ ദാൻ പ്യുവർ വാട്ടർ. അതുകൊണ്ട് ശുദ്ധജലത്തേക്കാൾ കൂടിയ താപനിലയിൽ മാത്രമേ ഉപ്പുവെള്ളം തിളയ്ക്കുകയുള്ളൂ. 3 പോയിന്റേ ഉള്ളൂ. ഈ 3 പോയിന്റ് നല്ലതുപോലെ എഴുതിയെടുത്ത് പഠിക്കണം. ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ വാട്ടർ ആൻഡ് സാൾട്ട് സൊല്യൂഷൻ കേട്ടോ. ശുദ്ധജലത്തിൻ്റെയും ഉപ്പ് ലായനിയുടെയും തിളനിലയെക്കുറിച്ചുള്ള ചോദ്യമാണ്. 3 പോയിന്റേ ഉള്ളൂ, അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. 17ാമത്തെ ചോദ്യമാണ്. 18ാമത്തെ ചോദ്യം, എന്താണ് മർദ്ദവും തിളനിലയും? പ്രഷർ ആൻഡ് ബോയിലിംഗ് പോയിന്റ്. പ്രഷർ ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ഹൈ ആൾട്ടിറ്റ്യൂഡ് കുക്കിംഗ്. ഇത് നമ്മുടെ ടെസ്റ്റിനകത്തിൽ ഇതൊക്കെയാണ് നമ്മൾ ഈ പറയുന്നത്. ചുരുക്കിയാണ് ഈ പറയുന്നത് എല്ലാം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ എഴുതിയില്ല, കാരണം ഇതിനകത്ത് തന്നെ ഓൾറെഡി ഉണ്ട് കുഞ്ഞിൽ. ഇതൊക്കെ ഒരു കട്ടി കുറഞ്ഞ ലോഹ വളയത്തിന് കുറുകെ ഒരു നൂല് കെട്ടുന്നു. വളയത്തിലെ സോപ്പ് ജലത്തിൽ നമ്മൾ മുക്കുക. നമുക്ക് ഇങ്ങനെ ഒരെണ്ണം നമ്മുടെ ഈ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇതിനകത്ത് കൂടെ നമ്മൾ സോപ്പ് പത ഇട്ടിട്ട് ഊതി വിടുന്ന അറിയാമോ? സോപ്പ് ജലത്തിൽ മുക്കുന്നു. വളയത്തിൽ ഒരു സോപ്പ് പാട അപ്പം രൂപപ്പെടുന്നു. നൂലിൻ്റെ ഒരു വശത്തെ ഇതൊരു നൂലാട്ടോ. നൂലിൻ്റെ ഒരു വശത്തെ സോപ്പ് പാട പിന്നുകൊണ്ട് പൊട്ടിക്കുന്നു. ഇപ്പോൾ സോപ്പ് പാടയുടെ ആകൃതി എന്തായിരിക്കുമെന്ന് ആ നൂല് വരെ വന്നിട്ട് നമ്മൾ ആ നൂല് എവിടെയാണോ വയ്ക്കുന്നുണ്ടോ അതിന് ബാക്കിയായിരിക്കും
പൊട്ടുന്നത്. ഈ പടം കണ്ടോ? ഇതൊന്ന് പടം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ? അതുപോലെ നമ്മൾ മുഷിഞ്ഞ വസ്ത്രങ്ങൾ സാധാരണ വെള്ളത്തിൽ അലക്കുമ്പോഴാണോ സോപ്പ് വെള്ളത്തിൽ അലക്കുമ്പോഴാണോ എളുപ്പത്തിൽ വൃത്തിയാകുന്നത് എന്നൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഇതിൽ തന്നെ ഉണ്ട് കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് എഴുതിയില്ല, കാരണം ചോദ്യവും ഉത്തരവും ഇതിൽ തന്നെ ഉണ്ട്. നമ്മൾ അഴുക്കായ വസ്ത്രങ്ങൾ നമ്മൾ വെള്ളത്തിലിടുമ്പോഴാണോ അഴുക്ക് പോകുന്നത്, സോപ്പ് വെള്ളത്തിലിടുമ്പോഴാണോ അഴുക്ക് പോകുന്നത്, വസ്ത്രങ്ങൾ ചൂടുവെള്ളത്തിൽ കഴുകുമ്പോഴാണോ തണുത്ത വെള്ളത്തിൽ കഴുകുമ്പോഴാണോ നന്നായി വൃത്തിയാകുന്നത്, ഇതൊക്കെ ചോദ്യം കേട്ടോ. ജലത്തിൻ്റെ ഉയർന്ന പ്രതലബലം മൂലം അവയ്ക്ക് തുണികളെ എളുപ്പം നനയ്ക്കാൻ കഴിയില്ല. ജലത്തിൽ സോപ്പ് ചേർക്കുന്നതും ചൂടാക്കുന്നതും പ്രതലബലം കുറയ്ക്കുന്നു. ഇത് തുണി നന്നായി നനയുന്നതിനും അഴുക്ക് കളയുന്നതിനും ഒക്കെ സഹായിക്കുന്നു. അപ്പോൾ ഈ ഒരൊറ്റ പോയിന്റാണ് ഈ പറഞ്ഞതിൻ്റെ എല്ലാം. ഈ ജലത്തിൻ്റെ ഉയർന്ന പ്രതലബലം മൂലം അവയ്ക്ക് തുണികളെ എളുപ്പം നനയ്ക്കാൻ കഴിയുന്നില്ല അല്ലേ? ജലത്തിൽ സോപ്പ് ചേർക്കുന്നു അതുപോലെ ചൂടാക്കുകയും ചെയ്യുമ്പോൾ ഈ പ്രതലബലം കുറയ്ക്കുന്നു അല്ലേ? കുറയ്ക്കുന്നു. അപ്പോൾ തുണി നന്നായിട്ട് നനയുകയും അഴുക്ക് കളയുകയും ഒക്കെ ചെയ്യുന്നു. മനസ്സിലാക്കണേ. അതൊന്നും ഞാൻ കാരണം ഓൾറെഡി ടെസ്റ്റിൽ എൻ്റെ ചോദ്യം ഉത്തരം ഉണ്ട് കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് ഇല്ലാത്തതൊക്കെയാണ് ഞാൻ എഴുതിയെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് കുക്കിംഗ്, ഈ ഉയരം കൂടിയ സ്ഥലങ്ങളിൽ പാചകം ചെയ്യുന്നതിനെ കുറിച്ച്, ഏറ്റവും പൊക്കമുള്ള സ്ഥലത്തൊക്കെ പോയി നിന്ന് പാചകം ചെയ്യുമല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചാണ്. എന്താണെന്ന് നോക്കിയേ, അതിൻ്റെ ഒരൊറ്റ പോയിന്റ്, ലോവർ അറ്റ്മോസ്ഫറിക് പ്രഷർ റെഡ്യൂസസ് വാട്ടേഴ്സ് ബോയിലിംഗ് പോയിന്റ്. ഫുഡ് ടേക്ക് ലോങ്ങർ ടു കുക്ക് ബിക്കോസ് ദ ലോവർ ടെമ്പറേച്ചർ സ്ലോ ഡൗൺ കുക്കിംഗ് പ്രോസസ്സ്. എന്നുവെച്ചാൽ നമ്മുടെ അന്തരീക്ഷമർദ്ദം കുറവായതിനാൽ, നമ്മൾ മുകളിലോട്ട് പോകുന്തോറും അന്തരീക്ഷമർദ്ദം കുറവായതിനാൽ വെള്ളത്തിൻ്റെ തിളനില കുറയുന്നു. ആ ഒരു വാക്ക് ഓർത്ത് വെച്ചേക്കണം. മർദ്ദം കുറയുമ്പോൾ തിളനിലയും കുറയുന്നു. അന്തരീക്ഷമർദ്ദം കുറവായതിനാൽ വെള്ളത്തിൻ്റെ തിളനില കുറയുന്നു. അങ്ങനെ കുറഞ്ഞ താപനിലയിൽ നമുക്ക് പാചക പ്രക്രിയയുടെ വേഗത കുറയ്ക്കുന്നത് കൊണ്ട് ഭക്ഷണം വേവാൻ കൂടുതൽ സമയം എടുക്കും കേട്ടോ. നമ്മൾ അവിടെ കൊണ്ടുവന്ന് ഏറ്റവും പൊക്കമുള്ള സ്ഥലത്തൊക്കെ പാചകം ചെയ്യുമ്പോൾ നമുക്ക് ഇരട്ടി സമയമാണ് വേണ്ടി വരുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, അവിടെ ആ ഒരൊറ്റ പോയിന്റ് ഓർത്തോണം. എന്താ? അന്തരീക്ഷമർദ്ദം കുറവായതിനാൽ വെള്ളത്തിൻ്റെ തിളനില കുറയുന്നു. ഈ കുറഞ്ഞ താപനില പാചക പ്രക്രിയകളുടെ വേഗതയും കുറയ്ക്കുന്നത് കൊണ്ട് ഭക്ഷണം വേവാൻ കൂടുതൽ സമയം എടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് ഞാൻ എഴുതിയേക്കുന്നത് അത്രയും കേട്ടോ. അതുപോലെ തന്നെ ഒരു ചോദ്യമാണ് പ്രഷർ കുക്കറിലെ കുക്കിംഗ്. പ്രഷർ കുക്കറിൽ പാചകം ചെയ്യുന്നതിനെക്കുറിച്ചും അതുപോലെ ഒരു ചോദ്യം ഉണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ക്വസ്റ്റ്യനും ആൻസറും നിങ്ങൾക്ക് സമാധാനത്തെ എഴുതാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത്. അടുത്ത നോക്കിയേ, പ്രഷർ കുക്കർ കുക്കിംഗ്, പ്രഷർ കുക്കറിലെ പാചകം. അങ്ങ് അടച്ചു വെക്കാം, അല്ലെങ്കിൽ പ്രഷർ കുക്കറിലെ പാചകം നോക്കിക്കേ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ കുക്കർ റൈസസ് ഇൻറ്റേർണൽ പ്രഷർ വിച്ച് ഇൻക്രീസസ് വാട്ടർ ബോയിലിംഗ് പോയിന്റ്. ഫുഡ് കുക്സ് ഫാസ്റ്റർ ബിക്കോസ് ദ ഹയർ ടെമ്പറേച്ചർ ദ സ്പീഡ് അപ്പ് കുക്കിംഗ് റിയാക്ഷൻസ്. നമ്മൾ ഈ കുക്കറിനുള്ളിലെ മർദ്ദം വർദ്ധിപ്പിക്കുന്നു കേട്ടോ. ദ കുക്കർ റൈസ് ചെയ്യുമ്പോൾ ഇൻറ്റേർണൽ പ്രഷർ, അതിൻ്റെ മർദ്ദം വർദ്ധിപ്പിക്കുമ്പോൾ അതിൻ്റെ എന്ത് വിച്ച് ഇൻക്രീസ് വാട്ടർ ബോയിലിംഗ് പോയിന്റ്, വെള്ളത്തിൻ്റെ തിളനില, മർദ്ദം കൂടുമ്പോൾ തിളനില കൂടുന്നു. മുമ്പത്തെ ഏതായിരുന്നു? മർദ്ദം കുറയുമ്പോൾ തിളനില കുറയുന്നു കേട്ടോ. ഏതാ? അത് ഓർത്തോണേ കേട്ടോ. ഏതാ? അതായത് പ്രഷർ എന്താണ്? ലോ ആവുമ്പോൾ എന്താണ്? ഇവിടുത്തെ തിളനിലയും എന്ത് ചെയ്യുന്നു അല്ലേ? ബോയിലിംഗ് പോയിന്റും കുറയുന്നു. ആ ഒരു വാക്കാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ? അതാ കുഞ്ഞുങ്ങളിവിടെ ദ കുക്കർ റൈസ് ഇൻറ്റേർണൽ പ്രഷർ വിച്ച് ഇൻക്രീസ് വാട്ടർ ബോയിലിംഗ് പോയിന്റ്. ഫുഡ് കുക്ക് ഫാസ്റ്റർ ബിക്കോസ് ദ ഹയർ ടെമ്പറേച്ചർ സ്പീഡ് അപ്പ് കുക്കിംഗ് റിയാക്ഷൻ. കുക്കറിനുള്ളിലെ മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ഇത് വെള്ളത്തിൻ്റെ താപനില കൂട്ടുന്നു. കാരണം മർദ്ദം കൂടുമ്പോൾ താപനില കൂടുന്നു. അപ്പം എന്താ? ഈ കൂടിയ താപനില പാചക പ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടുന്നത് കൊണ്ട് ഭക്ഷണം വേഗത്തിൽ വേവുന്നു അല്ലേ? നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് വെക്കാൻ നേരമ്പോൾ കുക്കറിലോട്ട് അങ്ങ് വെക്കുക അല്ലേ? ഇപ്പം ചോറ് പെട്ടെന്ന് ആ കുക്കറിലോട്ട് അങ്ങ് വെക്കുക അല്ലേ? സാമ്പാർ അങ്ങനെയൊക്കെയുള്ള എല്ലാം നമ്മൾ പെട്ടെന്ന് എന്താ കുക്കറിലോട്ടാണ് എന്താ പെട്ടെന്ന് അത് വേവും അല്ലേ? ഈ ഒരൊറ്റ ക്ലൂ ഓർക്കണം കുഞ്ഞുങ്ങളെ. ഹൈ പ്രഷർ കൂടിയ മർദ്ദത്തിൽ, ഹൈ ബോയിലിംഗ് ടെമ്പറേച്ചർ കുറഞ്ഞ തിളനില, ഫാസ്റ്റ് കുക്കിംഗ് വേഗത്തിൽ പാചകമാകുന്നു കേട്ടോ. വേഗത്തിൽ. ഈ രണ്ട് പോയിന്റ് ഓർത്ത് വെച്ചേക്കണേ. എന്നാൽ ലോ പ്രഷർ ആണെങ്കിൽ ലോ ബോയിലിംഗ് ടെമ്പറേച്ചർ, അപ്പോൾ വേഗം കുറഞ്ഞ പാചകമായിരിക്കും. ഈ രണ്ട് പോയിന്റ് അങ്ങ് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഹൈ പ്രഷർ ഹയർ ബോയിലിംഗ് ടെമ്പറേച്ചർ ആണെങ്കിൽ ഫാസ്റ്റ് കുക്കിംഗ്, ലോവർ പ്രഷർ ലോവർ ബോയിലിംഗ് ടെമ്പറേച്ചർ സ്ലോ കുക്കിംഗ് കേട്ടോ. ടെസ്റ്റിലുണ്ട് 4. ഓക്കെ, 19. അടുത്തത് ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റിംഗ് കപ്പാസിറ്റി എന്നാൽ എന്താണ്? ഹീറ്റിംഗ് കപ്പാസിറ്റി എന്നാൽ എന്താണ്?
അതായത് താപധാരിത എന്നാണ് അതിൻ്റെ മലയാളം. ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപത്തിൻ്റെ അളവാണ് അതിൻ്റെ താപധാരിത എന്ന് പറയുന്നത്. ഹീറ്റ് കപ്പാസിറ്റി എന്നാൽ എന്താണ്? ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപത്തിൻ്റെ അളവാണ് അതിൻ്റെ താപധാരിത എന്ന് പറയുന്നത്. ഹീറ്റിംഗ് കപ്പാസിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ ഗിവൺ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി സെൽഷ്യസ്. ഒരു മാർക്കിൻ്റെ നല്ലൊരു ചോദ്യം അത് കേട്ടോ. ഇനി തിളയ്ക്കുന്ന ജലത്തിലാണോ നീരാവിക്കാണോ കുഞ്ഞുങ്ങളെ? അതൊന്ന് റഫായിട്ടൊന്ന് അറിഞ്ഞിരിക്കണേ. നമ്മൾ അടുപ്പിൽ നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുക, ആ തിളച്ചുകൊണ്ടിരിക്കുന്ന ജലത്തിനാണോ, അതേപോലെ നിങ്ങൾ അതിൻ്റെ ഇപ്പുറത്ത് വേറെ എന്തെങ്കിലും അടച്ചു വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ആ അടപ്പ് പൊക്കുമ്പോൾ അടിക്കുന്ന ആവി ഉണ്ടല്ലോ, നമ്മുടെ കയ്യിലോട്ടടിക്കുന്ന ആവി, ഇതിലേതിനായിരിക്കും ഊർജ്ജം കൂടുതലെന്നാണ് ചോദിച്ചേക്കുന്നത്? ഏതിനായിരിക്കും? ആ അടപ്പിനായിരിക്കും അല്ലേ, നീരാവിക്കായിരിക്കും അല്ലേ. അടച്ചു വെച്ചേക്കുന്ന സാധനം നമ്മൾ നല്ലപോലെ തിളച്ചിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ അടപ്പൊന്ന് പൊക്കി നോക്കി, കയ്യിലോട്ടടിക്കുന്ന ആവി ഉണ്ടല്ലോ, അയ്യോ അത് അനുഭവിച്ചറിയണം കേട്ടോ. ഒരു 1.5 ആയിരിക്കും. എന്താ ചോദിക്കും, വെള്ളം വീണാലും ഓക്കെയാ, പക്ഷേ കൂടുതൽ ഏതിനാണെന്ന് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവിയാണ് കേട്ടോ, നീരാവിക്കാണ്. ജലത്തിൻ്റെ തിളക്കൽ അവസാനിക്കുന്നത് വരെ താപനില കൂടുന്നില്ലെങ്കിലും നൽകുന്ന അധിക താപം നീരാവിയിൽ അടങ്ങിയിരിക്കും കേട്ടോ. അതിൽ എത്രത്തോളം താപമുണ്ടോ അത് ഫുൾ ആ നീരാവിയിലായിരിക്കും കേട്ടോ. ഇതാണ് നീരാവിയുടെ ഊർജ്ജം കൂടുതലാകാൻ കാരണം. അപ്പോൾ ആ ഒരു മാർക്കിൻ്റെ ചോദ്യം ഏതിനായിരിക്കും എന്ന് വെച്ചാൽ നീരാവിക്കായിരിക്കും. തിളയ്ക്കുന്ന ജലത്തിനാണോ നീരാവിക്കാണോ നമ്മെ കൂടുതൽ പൊള്ളലേൽപ്പിക്കാൻ? ഇവിടെ ചോദിച്ചാൽ എന്താണ്, ഊർജ്ജം കൂടുതൽ ഏതിനാണെന്ന് ചോദിച്ചാൽ നീരാവിക്കാണ് അല്ലേ, നീരാവിയ. എന്നാൽ പൊള്ളൽ നമ്മളെ ഏൽപ്പിക്കാൻ, നമ്മളിപ്പോൾ ചോദിച്ച തന്നെയാണ്, തിളയ്ക്കുന്ന ജലത്തിനാണോ നീരാവിക്കാണോ കൂടുതൽ പൊള്ളൽ നമ്മളെ ഏൽപ്പിക്കാൻ? ഏതിനാ? നീരാവിയിലെ തിളയ്ക്കുന്ന ജലത്തേക്കാൾ അധികം താപോർജ്ജം അടങ്ങിയിരിക്കുന്നതിനാൽ നീരാവിക്കായിരിക്കും തിളച്ച ജലത്തേക്കാൾ കൂടുതൽ പൊള്ളൽ ഏൽപ്പിക്കാൻ കഴിയുക. ആവിയ കുഞ്ഞുങ്ങളെ, നമ്മൾ അടുക്കളയ്ക്ക് അമ്മമാർക്കൊക്കെ അറിയാം, നമ്മൾ എന്തെങ്കിലും വെച്ചിട്ട് ധൃതിക്ക് പോയിട്ട് എന്തോ തുറന്നു നോക്കും അല്ലേ, എളുപ്പം നമ്മൾ ഓർക്കാതെ എന്ന് തുറന്നു നോക്കുമ്പോൾ കയ്യിലോട്ടൊക്കെ അടിക്കുന്നതായിരിക്കും. എനിക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുള്ളതാണ്. കയ്യിൽ ആവി അടിച്ചുണ്ടല്ലോ, അയ്യോ എന്തൊരു പോച്ചിലാണെന്നറിയോ, അപ്പോഴത്തേക്ക് സീന ഇല്ലയോ. അതെ, ആ നീരാവിയാണ്. നീരാവിയിൽ തിളയ്ക്കുന്ന ജലത്തേക്കാൾ അധികം താപോർജ്ജം അടങ്ങിയിരിക്കുന്നതിനാൽ നീരാവിയിൽ നമ്മൾ ഇപ്പം ആ മേപ്പോട്ടടിക്കുന്ന ആവി വെള്ളമില്ലേ, അതായത് നീരാവിയിൽ തിളയ്ക്കുന്ന ജലത്തേക്കാൾ അധികം താപോർജ്ജം അടങ്ങിയിരിക്കുന്നുണ്ടോ കേട്ടോ. അതുകൊണ്ട് നീരാവി ആയിരിക്കും തിളച്ച ജലത്തേക്കാൾ കൂടുതലായിട്ട് പൊള്ളൽ. അതൊക്കെ ഒരു മാർക്കിൻ്റെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി കേട്ടോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതി. വാഹനങ്ങളുടെ റേഡിയേറ്ററിൽ കൂളൻ്റ് മിശ്രിതം ഉപയോഗിക്കും. നമ്മൾ ഈ വണ്ടി കൂടുതൽ ലോങ് ഒക്കെ ഓടുമ്പോഴേ നമ്മൾ ഓടിക്കുമ്പോൾ പറയും ഇതിൻ്റെ അത്ര വെള്ളം തീർന്ന് അല്ലേ, കൂളൻ്റ് ചൂടായി, അയ്യോ വണ്ടി ചൂടായി എന്നൊക്കെ പറയത്തില്ലേ, റേഡിയേറ്റർ ചൂടായി എന്നൊക്കെ പറയത്തില്ലേ. ഇവിടെ ഉയർന്ന താപധാരിതയുള്ള വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് എഞ്ചിനിൽ നിന്നും വലിയ അളവിലുള്ള താപം ആഗിരണം ചെയ്യാനും താപനിലയിൽ വലിയ വർധനവില്ലാതെ താപം പുറത്തുവിടാനും ഇത് സഹായിക്കുന്നു. അന്നേരം നമ്മൾ എന്തിനാ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെന്ന് അല്ലേ, റേഡിയേറ്ററിൽ എന്തിനാ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഉയർന്ന താപധാരിതയുള്ള വെള്ളത്തിന് ഉയർന്ന താപധാരികയാണല്ലോ, ഇങ്ങനെ ഉപയോഗിച്ചത് കൊണ്ട് എഞ്ചിനിൽ നിന്നും വലിയ അളവിലുള്ള ചൂടുണ്ടല്ലോ കുഞ്ഞുങ്ങളെ, അത് ആഗിരണം ചെയ്യാനും താപനിലയിൽ വലിയ വർധനവില്ലാതെ താപം പുറത്തുവിടാനും ഇത് സഹായിക്കുന്നു. ബൈ യൂസിങ് വാട്ടർ വിച്ച് ഹാസ് എ ഹൈ ഹീറ്റ് കപ്പാസിറ്റി ഇറ്റ് ഹെൽപ്സ് ടു അബ്സോർവ് എ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഫ്രം ദ എഞ്ചിൻ ആൻഡ് റിലീസ് ഇറ്റ് വിത്തൗട്ട് എ സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യം കേട്ടോ, ഈ ചാപ്റ്ററിലെ വാഹനങ്ങളുടെ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കുന്നതിൻ്റെ കേട്ടോ. ഓക്കെ ആണോ? 23. അടുത്തത് നമ്മുടെ ശരീര താപനിലയിലെ വെള്ളം, നമ്മുടെ ശരീരത്തിലെ താപനിലയുടെ വെള്ളത്തിനെ കുറിച്ചുണ്ട്. വാട്ടർ ഇൻ ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ശരീരത്തിലെ ഭൂരിഭാഗവും വെള്ളമായതിനാൽ, നമ്മുടെ ശരീരത്തിൽ ഏകദേശം 70% വെള്ളം അല്ലേ, നമ്മുടെ ശരീരത്തിലെ ഭൂരിഭാഗവും വെള്ളമായതിനാൽ ഇതിന് ഉയർന്ന താപധാരിത ഉണ്ട്. ഇത് ശരീരത്തെ താപനില പെട്ടെന്ന് മാറാതെ നിലനിർത്താൻ സഹായിക്കുന്നു കേട്ടോ. സിൻസ് മോസ്റ്റ് ഓഫ് അവർ ബോഡി ഇൻ വാട്ടർ ഇറ്റ് ഹാസ് എ ഹൈ ഹീറ്റ് കപ്പാസിറ്റി ദീസ് ഹെൽപ്പ് ദ ബോഡി മെയിൻറ്റെയിൻ എ സ്റ്റേബിൾ ടെമ്പറേച്ചർ വിത്തൗട്ട് സഡൻ ചേഞ്ച് കേട്ടോ. ഞാൻ വായിക്കുന്നത് നിങ്ങൾ നോക്കണ്ട, നോട്ട് അങ്ങ് എഴുതിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. നോട്ട് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. ഇനി അടുത്ത ജലത്തിൻ്റെ ഘടന കേട്ടോ. ഇതിങ്ങനെ ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ എല്ലാം മലയാളവും ഇംഗ്ലീഷും ഒക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി, കാണുമ്പോൾ ഇതെങ്ങനെ എഴുതിയെടുക്കും എന്നൊക്കെ തോന്നുന്നുണ്ടോ നിങ്ങളെ? അതായത് ഇപ്പം നോക്കിയേ, വാട്ടർ ഈസ് എ പ്രീഷ്യസ് നാച്ചുറൽ റിസോഴ്സസ് ദാറ്റ് മേക്ക് ലൈഫ് പോസിബിൾ ഓൺ എർത്ത്. എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയിൽ ജീവൻ ഉത്ഭവിക്കുന്നതിന് തന്നെ കാരണമായ അമൂല്യമായ പ്രകൃതി വിഭവമാണ് കുഞ്ഞുങ്ങളെ ജലം. അപ്പം ഞാൻ അതും കൂടെ എഴുതി വെച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കണ്ടപ്പോൾ എന്തോ പോലെ തോന്നുന്നില്ലേ. അതായത് നമ്മുടെ ഭൂമിയിൽ ജീവൻ ഉത്ഭവിക്കുന്നതിന് തന്നെ കാരണമായ അമൂല്യമായ അതായത് പ്രീഷ്യസ് ആണ്, അമൂല്യമായ പ്രകൃതി വിഭവമാണ് ജലം. അതുപോലെ വാട്ടർ ക്യാൻ എക്സിസ്റ്റ് ഇൻ 3 സ്റ്റേറ്റ്. മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, വെള്ളത്തിനെ ഫ്രീസർ ചെയ്യുന്നതും ആവി കൊടുക്കുന്നതും ഒക്കെ. അപ്പോൾ ഇത് 3 സ്റ്റേറ്റാണ്: ഖരം, ദ്രാവകം, വാതകം, സോളിഡ്, ലിക്വിഡ്.
ലിക്വിഡ്, ഗ്യാസ് എന്നീ 3 സ്റ്റേറ്റാണ്. ജലത്തിൻ്റെ ഘടന ചോദിക്കുമ്പോൾ എഴുതാനുള്ളതാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. ഒന്നാമത്തെ ഇത് പ്രീഷ്യസ് ആണ്, രണ്ടാമത്തെ ഇതിന് 3 സ്റ്റേറ്റുകളുണ്ട്, നാലാമത്തത് വാട്ടർ ഈസ് മെയ്ഡ് ഓഫ്. വാട്ടർ എന്ന് പറയുന്നത് എന്താ കുഞ്ഞുങ്ങളെ? ഹൈഡ്രജനും ഓക്സിജനും സംയോജിച്ചാണ് ജലം ഉണ്ടായത്. ഏതൊക്കെയാ? ഹൈഡ്രജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെരിമെൻറ്റിലല്ലേ ആക്ടിവിറ്റി കുറേ ചെയ്തതാണ്. കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഓക്സിജനോ? ഓക്സിജൻ എപ്പോഴും കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ് ഓക്സിജൻ. കത്തുന്ന വാതകം ഓക്സിജൻ, ഹൈഡ്രജനും കത്താൻ സഹായിക്കുന്ന വാതകം ഏതാ? ഓക്സിജനുമാണ്. എന്നാൽ ഇത് രണ്ടും കൂടി ചേർന്ന് കഴിയുമ്പോൾ എന്താ? ജലമാണ് നമുക്ക് കിട്ടുന്നത്. ഈ ജലം എന്ന് വെച്ചാൽ എന്താ? തീ കത്തുമ്പോൾ നമ്മളത് കെടുത്താനായിട്ട് ഉപയോഗിക്കുന്നതാണ് ജലം. നോക്കണേ അല്ലേ? കത്തുന്ന വാതകമാണ് കുഞ്ഞുങ്ങളെ ഹൈഡ്രജൻ, കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ഇവ രണ്ടുപേരും കൂടി ചേർന്ന് കഴിയുമ്പോൾ എന്താണ്? ജലം അവിടെ ഉണ്ടാകുന്നു. ഈ ജലം എന്ന് പറയുന്നത് തീ കത്തുമ്പോൾ നമ്മളത് അണയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ദ ഇൻഡിവിജ്വൽസ് പ്രോപ്പർട്ടീസ് ഓഫ് ഹൈഡ്രജൻ ഓർ ഓക്സിജൻ ആർ നോട്ട് കെപ്റ്റ് ഇൻ വാട്ടർ. ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും വ്യക്തിഗത ഗുണങ്ങൾ വെള്ളത്തിൽ സൂക്ഷിക്കപ്പെടുന്നില്ല. അതായത് ഹൈഡ്രജൻ എന്ന് വെച്ചാൽ കത്തുന്ന വാതകമാണ് അല്ലേ? അതിൻ്റെ സ്വഭാവം അതാണ്. ഓക്സിജൻ വെച്ചാൽ കത്താൻ സഹായിക്കുന്നതാണ്. പക്ഷേ വെള്ളമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജലമായി കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും സ്വഭാവം അതിനകത്തിലില്ല. അതെന്താണ്? അത് അതിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ജലം എന്ന് വെച്ചാൽ എന്താ? തീ കെടുത്താനായിട്ടാണ് ജലം ഉള്ളത്. അത് അതിൻ്റെ തന്നെ എന്താ? ഹൈഡ്രജൻ്റെ ഒരു സ്വഭാവം അത് കാണിക്കുന്നില്ല, ഓക്സിജന്റെ ഒരു സ്വഭാവവും കാണിക്കുന്നില്ല. എന്താ? വെള്ളമായി കഴിഞ്ഞാൽ കേട്ടോ. അതാണ് അതിൻ്റെ വ്യക്തിഗത ഗുണങ്ങൾ വെള്ളത്തിൽ അത് സൂക്ഷിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താ സ്ട്രക്ചർ ഓഫ് വാട്ടർ. 25 കുഞ്ഞൊരു ചാപ്റ്ററാണ് നിങ്ങൾ കേട്ടോ. ഈ സയൻസിൻ്റെ നിങ്ങളുടെ ഏറ്റവും ചെറിയൊരു ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ ഇതാ. അടുത്തത് ഇലക്ട്രോലൈസിസ്. എന്താണ്? വൈദ്യുത വിശ്ലേഷണം. ഇലക്ട്രോലൈസിസ്. വാട്ടർ ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ബൈ ഇലക്ട്രോലൈസിസ്. ദ പ്രോസസ് യൂസസ് എ ഡിവൈസ് കാൾഡ് നോക്കിയ ആ പേരൊന്ന് നോക്കണേ. ഹോഫ്മാൻ വാട്ടർ വോൾട്ടാമീറ്റർ. ഹോഫ്മാൻ വാട്ടർ വോൾട്ടാമീറ്റർ. ഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ നെഗറ്റീവ് ഇലക്ട്രോഡ്. അതുപോലെ തന്നെ ഓക്സിജൻ ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ പോസിറ്റീവ് ഇലക്ട്രോഡ്. അതുപോലെ തന്നെ എഴുതിയെടുക്കണം. ഇലക്ട്രോലൈസിസ് വൈദ്യുത വിശ്ലേഷണം വഴി നമ്മുടെ വെള്ളത്തെ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വേർതിരിക്കാൻ നമുക്ക് കഴിയും. വെള്ളത്തെ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വെള്ളത്തെ എന്ത് ചെയ്യും? വേർതിരിക്കാൻ നമുക്ക് സാധിക്കും വൈദ്യുത വിശ്ലേഷണം വഴിയാണ്. ഇനി ഈ പ്രക്രിയയ്ക്കായിട്ട് ഹോഫ്മാൻ ജല വോൾട്ടാമീറ്റർ എന്ന ഉപകരണമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരു മാർക്കിന് ചോദിക്കും കേട്ടോ. ഇങ്ങനെ വൈദ്യുത വിശ്ലേഷണം വഴി വെള്ളത്തെ ജലത്തെ ഹൈഡ്രജനായും ഓക്സിജനായിട്ടും വേർതിരിക്കാൻ നമുക്ക് സാധിക്കും. ഈ പ്രക്രിയയ്ക്കായിട്ട് ഹോഫ്മാൻ ജല വോൾട്ടാമീറ്റർ എന്ന ഉപകരണമാണ് ഉപയോഗിക്കുന്നത്. നെഗറ്റീവ് ഇലക്ട്രോഡിൽ ഹൈഡ്രജൻ വാതകം ഉൽപ്പാദിപ്പിക്കുന്നു. പോസിറ്റീവ് ഇലക്ട്രോഡിൽ ഓക്സിജൻ വാതകമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ. നല്ലപോലെ പഠിക്കണേ. അടുത്തത് വാട്ടർ ആൻഡ് ഐസ്. വെള്ളവും ഐസും. ദ വോളിയം ഓഫ് വാട്ടർ ഇൻക്രീസസ് വെൻ ഇറ്റ് ടേൺ ഇൻ ടു ഐസ്. വെള്ളം ഐസായി മാറുമ്പോൾ അതിൻ്റെ വ്യാപ്തം വർദ്ധിപ്പിക്കുന്നു. ബിക്കോസ് ഓഫ് വോളിയം ഇൻക്രീസ് ദ ഡെൻസിറ്റി ഡിക്രീസ്. വ്യാപ്തം വർദ്ധിക്കുന്നത് കൊണ്ട് അവിടെ സാന്ദ്രത കുറയുന്നു കേട്ടോ. വാട്ടറും ഐസിൻ്റെയും ചോദ്യം, വെള്ളം ഐസ് കട്ടയാവുന്നതിൻ്റെ ചോദ്യം, ഈ 2 പോയിന്റ് എഴുതണം കേട്ടോ. 28 എന്താ കുഞ്ഞുങ്ങളെ? വാട്ടർ പൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലമലിനീകരണം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാട്ടർ പൊല്യൂഷൻസ്. കെമിക്കൽസ് ഫ്രം അഗ്രികൾച്ചർ ഫീൽഡ്. കാർഷിക മേഖലയിലെ രാസവസ്തുക്കൾ. കെമിക്കൽ ഫ്രം ഫാക്ടറീസ്. ഫാക്ടറിയിൽ നിന്നുള്ള രാസവസ്തുക്കൾ. ഓയിൽ ഫ്രം വെഹിക്കിൾ. വാഹനങ്ങളിൽ നിന്നുള്ള എണ്ണകൾ. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഡംപിങ്. വ്യാവസായിക മാലിന്യം തള്ളുന്നു. പ്ലാസ്റ്റിക് ആൻഡ് സോളിഡ് വേസ്റ്റ്. പ്ലാസ്റ്റിക്കും ഖരമാലിന്യങ്ങളും ഇതെല്ലാം ജലമലിനീകരണമാണ് അല്ലേ. എന്ത് വേസ്റ്റ് വന്നാലും ചിലർ കൊണ്ടുവന്ന് വെള്ളത്തിൽ കൊണ്ട് തള്ളിയിട്ടിട്ട് പോകുന്നതാണ് അല്ലേ. അതൊക്കെയാണ് എന്തൊക്കെയാണെന്നൊരു 5 പോയിന്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കോ 3 മാർക്കോ ഒക്കെ ആയിരിക്കും കേട്ടോ. ഇത്ര ഓയിൽ ഫ്രം വെഹിക്കിളിൽ നിന്ന് എഴുതുന്നതിന് ചിലപ്പോൾ 1 മാർഗ്ഗമായിരിക്കും. അപ്പോൾ അത് അറിയണ്ടേ, അത് പഠിക്കണേ. അടുത്തത് ജലമലിനീകരണം മൂലമുണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? ജലമലിനീകരണം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താ കുഞ്ഞുങ്ങളെ? ജലസസ്യങ്ങളുടെ നാശം അല്ലേ. ജലത്തിൽ കൊണ്ടെല്ലാം വേസ്റ്റും കൊണ്ടിട്ട് കഴിഞ്ഞാൽ ജലത്തിലെ സസ്യങ്ങളെല്ലാം നശിച്ചു പോകുന്നു. ഡിസ്ട്രക്ഷൻ ഓഫ് അക്വാറ്റിക് പ്ലാന്റ്സ്. അതുപോലെ തന്നെ ഭക്ഷ്യശൃംഖലയുടെ നാശം. ഡാമേജ് ടു ദ ഫുഡ് ചെയിൻ അല്ലേ. ഭക്ഷ്യശൃംഖലയുടെ നാശം. മണ്ണ് മലിനീകരണമാകുന്നു. സോയിൽ പൊല്യൂഷൻസ്. രോഗങ്ങൾ ഉണ്ടാകുന്നു. ഡിസീസ്. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ജൈവ വൈവിധ്യ നഷ്ടം തന്നെ ഉണ്ടാകുന്നു കേട്ടോ.
അപ്പോൾ ഈ 29 പോയിന്റ് നല്ലതുപോലെ പഠിക്കണം. ഇതിനകത്തിൽ ഇപ്പോൾ വൺ വേർഡായിട്ട് ചോദിക്കാൻ നോക്കിയേ, സാർവിക നായകം എന്നറിയപ്പെടുന്നത് ജലമാണ് കുഞ്ഞുങ്ങളെ. ആദ്യമായി കൃത്രിമ ജലം നിർമ്മിച്ചത് ജോസഫ് പ്രീസ്റ്റ്ലിയാണ്. ജലത്തിൻ്റെ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ലോക ജലദിനം എന്നറിയപ്പെടുന്നത് മാർച്ച് 22 സോപ്പ് നന്നായി പതയാത്ത ജലത്തെ നമ്മൾ കഠിന ജലമെന്നും സോപ്പ് നന്നായി പതയുന്ന ജലത്തെ മൃദുജലമെന്നും പറയുന്നു കേട്ടോ. അതുപോലെ തന്നെ തിളനില എന്നാൽ എന്താണ്? തിളനില എന്താ കുഞ്ഞുങ്ങളെ? ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷമർദ്ദത്തിൽ തിളയ്ക്കുന്ന സ്ഥിര താപനിലയാണ് തിളനില എന്ന് പറയുന്നത് കേട്ടോ. നമ്മളിപ്പോൾ കുറെ പറഞ്ഞില്ലേ, അതിൻ്റെ ഈ വൺ വേർഡായിട്ട് ചോദിക്കുമ്പോൾ എന്നുണ്ടെങ്കിൽ ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷമർദ്ദത്തിൽ തിളയ്ക്കുന്ന സ്ഥിര താപനിലയാണ് തിളനില എന്ന് പറയുന്നത്. സാധാരണ അന്തരീക്ഷമർദ്ദത്തിൽ ജലത്തിന്റെ തിളനില എത്രയാണെന്ന് ചോദിച്ചാൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചില ജീവികൾക്ക് ജലോപരിതലത്തിലൂടെ നടക്കാൻ കഴിയുന്നതിന് കാരണം എന്താണ്? അതിന്റെ പ്രതലബലമാണ്. ജലത്തിൽ സോപ്പ് ലയിക്കുമ്പോൾ അതിന്റെ പ്രതലബലത്തിനുണ്ടാകുന്ന മാറ്റം, പ്രതലബലം അപ്പോൾ കുറയുന്നു. വാഹനങ്ങളുടെ റേഡിയേറ്ററിൽ ജലം ഉപയോഗിക്കുന്നത് അതിന്റെ താപധാരതയ്ക്കാണ്. ജലത്തിന്റെ ചെറുതുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടുന്നതിന്റെ പ്രതലബലമാണ്. ജലത്തെ വൈദ്യുത വിശ്ലേഷണം ചെയ്യുന്ന ഉപകരണം ഹോഫ്മാൻ ജല വോൾട്ടാമീറ്ററുമാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പം നമ്മൾ ആ പറഞ്ഞതിൻ്റെയൊക്കെ ഓരോ മാർക്കിന് പറ്റിയ ചോദ്യങ്ങളാണ്. നിങ്ങളിത് വൃത്തിയായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി കേട്ടോ. നമ്മുടെ ചാനലിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സിൻ്റെ ഒക്കെ ഫുൾ നോട്ടുകളും കിടപ്പുണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ആ ചാനൽ എടുത്ത് നോക്കണം കേട്ടോ. എല്ലാം അതിനകത്തിലുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളെ. അപ്പോൾ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക്